കോഴിക്കോട്ട് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച സ്നാക്സ് യൂണിറ്റുകൾ അടപ്പിച്ചു. കോഴിക്കോട് നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ അപ്രതീക്ഷിതമായ മിന്നൽ പരിശോധനയിൽ തികച്ചും വൃത്തിഹീനമായ ചുറ്റുപാടിൽ പ്രവർത്തിച്ചിരുന്ന സ്നാക്സ് നിർമ്മാണ യൂണിറ്റുകൾ അടപ്പിച്ചു. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉണർത്തുന്ന രീതിയിലാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പലഹാരങ്ങൾ നിർമ്മിക്കുന്നതിനായി പഴകിയ എണ്ണയും ഗുണനിലവാരമില്ലാത്ത അസംസ്കൃത വസ്തുക്കളുമാണ് പല യൂണിറ്റുകളിലും ഉപയോഗിച്ചിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തൊഴിലാളികൾക്ക് മതിയായ ആരോഗ്യ സർട്ടിഫിക്കറ്റുകളോ സ്ഥാപനത്തിന് കൃത്യമായ ലൈസൻസോ ഉണ്ടായിരുന്നില്ല. ഗുരുതരമായ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കാൻ അധികൃതർ ഉത്തരവിട്ടത്. വരും ദിവസങ്ങളിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പരിശോധനകൾ കർശനമായി തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെയും അടിസ്ഥാന ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾക്കും നിർമ്മാണ യൂണിറ്റുകൾക്കുമെതിരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന സ്നാക്സുകളും മറ്റ് ഭക്ഷണ സാധനങ്ങളും വിപണിയിൽ വ്യാപകമായി എത്തുന്നതായി നേരത്തെ തന്നെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക സ്ക്വാഡിന്റെ ഈ പരിശോധന. പിടിച്ചെടുത്ത ഉപയോഗശൂന്യമായ ഭക്ഷണ സാധനങ്ങൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നശിപ്പിക്കുകയും സ്ഥാപന ഉടമകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. അംഗീകൃതവും കൃത്യമായ ശുചിത്വം ഉറപ്പുവരുത്തുന്നതുമായ കടകളിൽ നിന്ന് മാത്രം ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.